ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മിറ്റിഗേഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ എന്തൊക്കെയാണ് റിസ്ക്, കപ്പാസിറ്റി, ഡിസാസ്റ്റർ, ഹസാർഡ്, മിറ്റിഗേഷൻ. ഇനി സ്റ്റേറ്റ് ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വൾണറബിലിറ്റി ആൻഡ് റിസ്ക്. ഇപ്പോൾ വൾണറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എപ്പോഴും കേൾക്കുന്നതാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്നും. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വൾണറബിൾ ഏരിയ ആണ്. എന്താണ് വൾണറബിലിറ്റി എന്ന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. Vulnerability can be a challenging concept to understand because it tends to mean different things to different people, and because it often described using variety terms include predisposition, fragility, weakness, deficiency, lack of capacity. Fragility എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്, വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി വീക്ക് ആണെന്ന് പറയുന്നത്, പിന്നെ ഡെഫിഷ്യൻസി എന്തെങ്കിലും കുറവ് മൂലം, lack of capacity. Vulnerability related to number of factors including physical factor, e.g. poor design, construction of building and unregulated land use, planting, etc. അതായത് ഫിസിക്കൽ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറയില്ലേ, മലയോര പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടുണ്ടാകാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ പ്യുവർ സോയിൽ കണ്ടീഷൻ ആയിരിക്കും, അവിടെ നമ്മൾ വീട് വെക്കാൻ അനുവദിക്കരുത്. സോഷ്യൽ ഫാക്ടർ, പോവർട്ടി ആൻഡ് ഇൻഇക്വാലിറ്റി, marginalization, social exclusion and discrimination by gender, social status, disability and age. Psychological factor, economic factor, this uninsured informal sector, vulnerable rural livelihood depending on the single industries, globalization, business and supply chains, etc. Economic factor, environmental factor, poor environmental management, overconsumption of natural resources, declines of regulation, ecosystem service, climate change. അതായത് എൻവയറമെന്റൽ ഫാക്ടർ നമുക്ക് കറക്റ്റായിട്ട് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും. പുവർ എൻവയറമെന്റൽ മാനേജ്മെന്റ്, അതായത് നമ്മൾ ഇപ്പോൾ മലയോര പ്രദേശങ്ങളിൽ നിന്ന് കണ്ടമാനം മണ്ണെടുക്കുകയാണെങ്കിൽ ആ ഏരിയ ഓൾറെഡി ഒരു ഡിസാസ്റ്ററിന് വേണ്ടി വൾണറബിൾ ആകും, ഓട്ടോമാറ്റിക് ആവും. കാരണം ഉരുൾപൊട്ടലുണ്ടാവും, അല്ലെങ്കിൽ കുന്നിടിയാം, അങ്ങനെ പല പ്രശ്നങ്ങളും ഓട്ടോമാറ്റിക് അത് വൾണറബിൾ ആകാം. അപ്പൊ ഫിസിക്കലി, സോഷ്യലി, എക്കണോമിക് ആൻഡ് എൻവയറമെന്റൽ ഫാക്ടർ. ഹൗ ഡു വി റെഡ്യൂസ് വൾണറബിലിറ്റി? ഇപ്പൊ വൾണറബിലിറ്റി നമുക്ക് ഒരിക്കലും റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. വൾണറബിൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ അത് എപ്പോഴും അവിടെ പരിസ്ഥിതി ലോലമാണെങ്കിൽ നമുക്കത് കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നേ ഉള്ളൂ. നാച്ചുറൽ ആയിട്ടുള്ള വൾണറബിൾ ഉള്ള ഏരിയയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതല്ലാതെ വൾണറബിലിറ്റി കുറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ പറഞ്ഞില്ലേ, പരിസ്ഥിതി ലോലമായ പ്രദേശങ്ങളിൽ കെട്ടിടങ്ങൾ പണിയുമ്പോഴത്തേനും അതിന് നമ്മൾക്ക് അതിന്റെ നേരത്തെ തന്നെ പറയും ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാവുന്ന സ്ഥലമാണ്, പിന്നെ കെട്ടിടത്തിന്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ നമുക്ക് കുറയ്ക്കാം, പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും മണ്ണെടുക്കലും പാറ പൊട്ടിക്കലൊക്കെ ഒഴിവാക്കാം. അങ്ങനെയാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യുക വൾണറബിലിറ്റി. സിൻസ് വി കനോട്ട് റെഡ്യൂസ് occurrence and severity of natural hazards, reducing vulnerability is one of the main opportunities of reducing disaster risk. Approaches to vulnerability reduction include implementation of building codes. അതാണ് അതേപോലെ ഇന്ന സ്ഥലങ്ങളിൽ പണിത കെട്ടിടങ്ങളാണെങ്കിൽ നമുക്ക് അവിടെയുള്ള ജനങ്ങൾക്ക് കൊടുക്കാം, ഇങ്ങനെ ഇത്ര മഴ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ മാറി താമസിക്കണമെന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് ആ കോഡുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വൾണറബിൾ സ്ഥലങ്ങളാണെന്ന്. ഇൻഷുറൻസ് ആൻഡ് സോഷ്യൽ പ്രൊട്ടക്ഷൻ, ഇൻഷുറൻസ് നമുക്ക് കൊടുക്കാം, അവിടെ അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എംഫസിസിങ് എക്കണോമിക് ഡൈവേഴ്സിറ്റി ആൻഡ് റീസൈലന്റ് ലൈവ്ലിഹുഡ്സ്, നോളജ് ആൻഡ് അവയർനെസ് റൈസിങ്, അതൊരു നല്ല കാര്യമാണ്. അതായത് നമ്മൾ അവിടെയുള്ള താമസിക്കുന്ന ജനങ്ങൾക്ക് അവർക്ക് അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം കൊടുക്കാം. പിന്നെ പ്രിപ്പയർനെസ് ഓഫ് മെഷേഴ്സ്, അതായത് പിന്നെ ഇവിടെ അപകടങ്ങൾ ഉണ്ടാവും, അപ്പൊ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ റെഡിയാക്കി വെക്കുക. എക്സ്പ്ലെയിൻ, അസസ്മെന്റ്, ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് റിസ്ക്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ വൾണറബിൾ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കെട്ടിടങ്ങൾ പണിയും, അവിടെ വേറെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യും. പിന്നുള്ളത് നമ്മൾ അസസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് അതിന്റെ റിസ്ക് മാനേജ്മെന്റ് മാത്രമേ ഉള്ളൂ. ഡെഫിനിഷൻ, ദി പ്രോസസ് ഓഫ് determining the nature and extent of risk by analyzing potential hazard and evaluating existing conditions of the vulnerability and capacity. സ്റ്റെപ്സ് ഇൻ റിസ്ക് അസസ്മെന്റ്. റിസ്ക് അസസ്മെന്റ് നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഹസാർഡ് അസസ്മെന്റ്, എന്താണ് പ്രശ്നം നമ്മൾ അവിടെ നോക്കാം. ഇൻ ദി സെക്ഷൻ ദി റിസർച്ചേഴ്സ് ഐഡന്റിഫൈ ദി ടൈപ്പ് ഓഫ് ഹസാർഡ് ദാറ്റ് ഹാവ് ഒക്കേർഡ് ഇൻ ദി ഏരിയ ഇൻ ദി പാസ്റ്റ് ആൻഡ് ഒക്കേർ ഇൻ ഫ്യൂച്ചർ. അതായത് പാസ്റ്റിലും ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഹസാർഡ്സ് നമുക്ക് മെഷർ ചെയ്യാം. This is usually the first step in which it defines other steps because for each hazard, different tools and techniques are used to analyzing the assessment. Earthquakes, for example, require different instruments and specialization for analyzing them than
ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് ഫ്ലഡ്സ്. അതായത് ഇപ്പം ലാൻഡ് സ്ലൈഡും ഫ്ലഡ്സ് പോലെ അല്ലെങ്കിൽ എർത്ത് വീക്കൻസ് ആണ്. അതിന് അനലൈസ് ചെയ്യാനായിട്ട് വേറെ ടൂൾസ് വേണ്ടി വരും. ദി നെക്സ്റ്റ് സ്റ്റെപ്സ് ആർ ടു ഫൈൻഡ് ദ ഫ്രീക്വൻസി, സീസണാലിറ്റി, മാഗ്നിറ്റ്യൂഡ്, ഇന്റൻസിറ്റി, എക്സ്റ്റെന്റ് ആൻഡ് കോസ് ഫോർ ഒക്കറൻസ് ഓഫ് ഹസാർഡ്സ്. പിന്നെ വാൾനറബിലിറ്റി അസസ്മെന്റ്. This step is performed by determining the elements of risk, degree of vulnerability, and cost the elements of the risk. All elements, people, building, resource, etc., which are prone to hazards are identified and inventories prepared. Then the degree of their vulnerability is analyzed and cause of the vulnerability are determined. നമ്മൾ ഓരോ സ്ഥലത്ത് ചെന്നിട്ട് അവിടുത്തെ വൾണറബിലിറ്റി എന്തുമാത്രം ഉണ്ടെന്ന് നമ്മൾ അസസ് ചെയ്യും. അതായത് ഇവ ചില മണ്ണ് പരിശോധിച്ചറിയാൻ പറ്റും ഇത് മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അസസ് ചെയ്തിട്ട് അതിന്റെ കോഡും കാര്യങ്ങളും, അതായത് ഇന്ന സ്ഥലങ്ങളിൽ ഇത്ര സെന്റിമീറ്ററിൽ കൂടി മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ മണ്ണിടിച്ചിലുണ്ടാവും. അത് നമ്മൾക്ക് വൾണറബിലിറ്റി അസസ് ചെയ്യാൻ പറ്റും. പിന്നെ കപ്പാസിറ്റി അസസ്മെന്റ് മീൻസ് ഐഡന്റിഫൈങ് ദി സ്ട്രെങ്ത് ആൻഡ് റിസോഴ്സസ് അവൈലബിൾ ടു റെഡ്യൂസ് ദി ലെവൽ ഓഫ് റിസ്ക് ഓർ എഫക്ട് ഓഫ് ഡിസാസ്റ്റർ. അതായത് കപ്പാസിറ്റി, അതായത് ഇപ്പൊ മണ്ണിടിച്ചിൽ ഉണ്ടായി കഴിഞ്ഞാൽ എത്ര കുടുംബങ്ങളെ അഫക്ട് ചെയ്യും, അവരെ മാറ്റിപ്പാർപ്പിക്കാനായിട്ടുള്ള വണ്ടി അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഷെൽട്ടർ, ഇതിനെ കുറിച്ചൊക്കെയുള്ള ഒരു അസസ്മെന്റ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാനേജ് ചെയ്യാം. അതാണ് കപ്പാസിറ്റി മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പീപ്പിൾ പെർസെപ്ഷൻ ഓഫ് റിസ്ക്, ദി പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ദി പെർസെപ്ഷൻ ഓഫ് heterogeneous groups in the community regarding the disaster, hazard and risk that they are facing. പീപ്പിൾ പെർസെപ്ഷൻ ഓഫ് റിസ്ക് എന്ന് പറഞ്ഞാൽ ആ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഇന്ന പ്രശ്നങ്ങൾ ഫ്യൂച്ചറിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുക.